ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുല്ലപ്പൂമാലയുമായി മലയാള സിനിമയിലേക്ക് വന്ന നമ്മുടെ പ്രിയ ഗായകനായ ജയചന്ദ്രനോടൊപ്പം അടുത്തതായി ഈ വേദി പങ്കിടാനെത്തുന്നത് പുതിയ തലമുറയിലെ ശ്രദ്ധേയയായ ഗായിക ഗായത്രി. ഇന്ന് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ ഗായിക വന്നിരിക്കുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ? ഈ ഗായിക ജനിക്കുന്നതിന് മുമ്പേ ഗായകനായ പ്രശസ്തനായ ഗായകനോടൊപ്പമാണ്. എന്തു തോന്നുന്നു അങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പാട്ടുകാരനായിരുന്ന ഒരാളുടെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്താ തോന്നുക? കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് വരാൻ പറ്റിയല്ലോ എന്നുള്ള ഭാഗ്യം ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത്. ജേട്ടൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടേ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി. പിന്നെ അതിനെക്കാട്ടും അപ്പുറം ഞാൻ സിനിമയിലൊക്കെ പാടുന്നതിന് മുമ്പേ എനിക്ക് സാറിനെ പരിചയമുണ്ട്. സാറ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അന്ന് സ്റ്റുഡൻ്റാണ്. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സാറ് കണ്ണ് കാണിക്കാൻ വന്നത്. എൻ്റെ അമ്മ ഡോക്ടറാണ്. അങ്ങനെ കോയിൻസിഡൻ്റലായിട്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുമാതിരി ഒരു ഹിന്ദി ഭജൻ പാടി കേൾപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞു ഹിന്ദുസ്ഥാനി ഫ്ലേവർ ഉണ്ട് സിംഗിങ്ങിൽ. ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചു തുടങ്ങിയിട്ടും കൂടി ഇല്ല. അപ്പം സാറാണ് ഈ ഐഡിയ പറഞ്ഞു തന്നെ തന്നെ പോയി പഠിക്കൂ നോർത്തിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ സുരേഷ് വാഡ്കർ സാറിനെ ഓൺ ദ സ്പോട്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പാട്ടുകാരി ആവുന്നതിന് മുമ്പേ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതെ, വലിയ കാര്യമാണ്. അതല്ലേ പറഞ്ഞത്. ജേട്ടൻ്റെ ഏത് പാട്ടായിരിക്കും ആദ്യം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം പുതിയ തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഞാൻ പുതിയ പാട്ടുകളെ പറ്റി പറയാം. കാരണം കൂടുതൽ നമ്മളൊക്കെ കേൾക്കണത് അതാണല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് സാറ് പാടിയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ട്. ഒന്ന് അൽഫോൻസിൻ്റെ നീ മണിമുകിലാണ്, അത്. പിന്നെ റഹ്മാന് വേണ്ടി പാടിയ ഒരു ദൈവം തந்த. ഓക്കെ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വേറൊരു പാട്ട്, പൊന്നുഷെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവ്, പൊന്നുഷെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക്. മധുവന്തിയില് അതെ അതെ, രമേശ് നാരായണൻ സാർ. പിന്നെ ഇത് ഞാൻ പാടിയിട്ടുണ്ട് സാറിൻ്റെ ഒപ്പം സ്റ്റേജില് പ്രോഗ്രാമിന് പാടിയിട്ടുണ്ട്. അതെ, ഡ്രീംസിൽ പാടിയിട്ടുണ്ട്. കണ്ണിൽ കാശിത്തുമ്പകൾ കുറച്ചറിയാം. കണ്ണിൽ കണ്ണിൽ കാശിത്തുമ്പകൾ കരളിൽ ചെൽവികൾ നെഞ്ചിലാവോ കണ്ണിൽ കാശിത്തുമ്പകൾ പാട്ട്. നീ മണിമുകിലാടക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഭയങ്കര ഫീലോടെ അത് എത്ര ഒരു വശം കേട്ടാൽ റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നൊരു പാട്ടാണത്. പിന്നെ ഓഫ് കോഴ്സ് വിദ്യാസാഗർ സാറിൻ്റെ തന്നെ സുജാ ചേച്ചിയോടൊപ്പം പാടിയ മറന്നിട്ടുവെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു രണ്ടാം ഭാവം, രാഗത്തിൻ മൂകഭാവം. ഇത് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ജേട്ടന് കൂടെ പാടിയിട്ടുള്ള ഗായികമാരിൽ ഏറ്റവും റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഗായിക ആരാണ്? സുശീലാമ്മ. പക്ഷേ സുശീലാമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ ഒരുപാട് മെച്ചുവേർഡ് ആയതിനു ശേഷമാണ് റെക്കോർഡിങ്ങിലേക്കൊക്കെ വരുന്നതും ഗാനരംഗത്തേക്ക് വരുന്നതും. ഇവരുടെ അത്രയും ചെറുപ്പത്തിലേ അവരൊന്നും ഗാനരംഗത്തേക്ക് വന്നിട്ടില്ല. നമ്മളൊക്കെ എപ്പോഴേ അവർ തുടങ്ങി. അവർ 40s പാടി തുടങ്ങി, 50s പാടി തുടങ്ങിയില്ലേ അവർ. പക്ഷെ എനിക്ക് 40, 50 പാടി തുടങ്ങി. പിന്നെ അവർ അന്ന് വ്യത്യാസമുണ്ട്. ഇവർ ഇന്ന് വന്ന ഇവരുടെ പാട്ടുകാരുടെ മാതിരിയല്ല അന്ന്. അവരൊക്കെ ഒരു ശമ്പളം, പ്രതിമാസത്തെ ശമ്പളം മേടിച്ച്. ഇപ്പോൾ സുശീലാമ്മയും ജാനകിയമ്മ ABMൽ ഇത്ര അന്ന് 50 രൂപ 60 രൂപ ശമ്പളം മേടിച്ച് മാസം അവർ പറയുന്ന പാട്ടുകളെല്ലാം പാടി അങ്ങനെ വന്നിരുന്ന ആൾക്കാരാണ്. അന്ന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അന്നത് കയറി വരാനായിട്ടും വന്ന് അവർ ഈ ഒരു പാട്ടുകാരി വന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ. അന്നെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത്.
അവിടെ താമസിക്കാനും മദ്രാസിൽ താമസിച്ചും ഒരു ദിവസവും വരണം, ദിവസവും ഒരു ജോലിക്ക് വരുന്നവർ വന്ന് പോയി അങ്ങനെ ഇരുന്ന ആ കാലഘട്ടം. ശരി. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇവർക്കൊന്നും ബുദ്ധിമുട്ടില്ല, അത്രയും ബുദ്ധിമുട്ടില്ല. ഇവർക്കൊന്നും ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ വീട്ടിൽ പോയി, വീട്ടിൽ നിന്ന് വന്ന് അച്ഛനമ്മയും വളർത്തി, കുട്ടികൾ ഡോക്ടറും സുഖമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് വന്ന് പാടി പാട്ട് പഠിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ പാടാനുള്ള ടാലന്റ് ഉണ്ടായാൽ മാത്രം മതി. ടാലൻസ് ഉണ്ട്, അവർക്ക് ടാലൻസ് ഉണ്ട്, പാടാനുള്ള ടാലൻസ് ഉണ്ടായാൽ മാത്രം മതി, വന്ന് പാടാനുള്ള ബുദ്ധിമില്ല. പക്ഷേ ഈ പണ്ടുള്ള അത് ഗായകന്മാരുടെ കാര്യങ്ങളും ഗായികമാരുടെ ഇപ്പോൾ വരുന്ന കുട്ടികൾ മോർ ടാലന്റഡ് ആണെന്ന് തോന്നുന്നു. വളരെ ടാലന്റഡ് ആണ് എല്ലാ, പിന്നെ അവർ ടാലന്റാണ്, വളരെ ടാലൻറ്റുള്ള കുട്ടികളാണ് വരുന്നത്. നമ്മൾ അല്ല ഇപ്പം പെട്ടെന്ന് പാട്ട് പഠിക്കാനും അതല്ലെങ്കിൽ പിന്നെ പാടാനും ഒക്കെ ഉള്ള ടാലൻറ്റുള്ള കുട്ടികൾ തന്നെയാണ് തീർച്ചയായിട്ടും. ഈ സുശീലാമ്മയുടെ കൂടെ ആദ്യം ചേട്ടൻ പാടുന്ന പാട്ട് ഏതായിരുന്നു? പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇതായിരിക്കും, അല്ലല്ല മകരം പോയിട്ട്. അത് തന്നെയാണ് വെളുത്തത്രയാണ് ആദ്യം പോയിട്ട് സത്യമാഷും ഷീലയും അഭിനയിച്ച സിനിമ. സുശീലാമ്മയുടെ പാട്ടുകൾ ഇഷ്ടമല്ലേ ഗായത്രിക്ക്? ശരി. അത് ഈ മലയാള ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരു ഗായികയാണ്. മലയാള ഭാഷ ഇത്രയും ഭാവത്തോടു കൂടി അല്ലേ, എത്ര പാട്ടുകൾ അവർ പാടുന്ന ഏത് പാട്ടും അതിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? ശബ്ദത്തിൽ തന്നെ ഭാവം ഉണ്ടെന്നാണ്. ജയന്തൻ സാറ് വീട്ടിൽ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഓർമ്മ, തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ സുജാ ചേച്ചിയും ജയന്തൻ സാറും വീട്ടിൽ നിന്നായിരുന്നു അന്ന് ഡിന്നർ, എൻ്റെ വീട്ടിലായിരുന്നു. അന്നൊരു 1 മണി വരെ രാത്രി കണ്ടിന്യൂസ് സുശീലാമ്മയുടെ പാട്ടുകൾ നോൺ സ്റ്റോപ്പ് പാടിക്കൊണ്ടിരിക്കുന്നു. സുശീലാമ്മയുടെ പാട്ടുകൾ സൗത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും നമ്പർ 1 സുശീലാമ്മ എന്ന് പറയാം. സുശീലാമ്മ റഫി സാഹിബാണ്. സുശീലാമ്മയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരന്മാരും ഏറ്റവും അവരുടെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കാര്യമായിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി സോങ്സ് മലയാളത്തിൽ പാടിയിട്ടുണ്ടല്ലേ? മലയാളമല്ലല്ലോ അല്ല, മലയാളത്തിൽ കേൾക്കണം. അവരുടെ തമിഴും തെലുങ്കും അതല്ല ഞാൻ പറഞ്ഞത്, അത് അവരുടെ ലാംഗ്വേജ് കൂടിയാണല്ലോ. അതല്ല അവരുടെ ഭാഷ അല്ലാതിരുന്നിട്ട് പോലും എത്രയോ വെറൈറ്റി സോങ്സ് നമുക്ക് മലയാളത്തിൽ പാടും. സുശീലാമ്മ ഏതൊക്കെ പാട്ടാണെന്ന് പാടിയത്? നമുക്കിപ്പോൾ പാടിക്കാം പറഞ്ഞിട്ട്. തമിഴാണ് അന്ന് കൂടുതൽ പാടിയത്. എനിക്ക് തോന്നുന്നു MSV സാറിന്റെ പാട്ടുകളാണ് ഫുൾ സാർ അന്ന് പാടിയത്. ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടു, ജയേട്ടൻ്റെ തമിഴിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? എൻ്റെ 72-ലായിരുന്നു ആദ്യത്തെ. MSV സാറാണ് ആദ്യം പാടിച്ചു തന്നെ, മണിപ്പയൽ എന്ന് പറഞ്ഞ പടത്തിൽ. അപ്പോൾ സുപ്രഭാതമൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം? അത് കഴിഞ്ഞിട്ട് ശേഷം. അതിനു മുമ്പ് ആ കാലഘട്ടത്തിൽ തന്നെ പാട്ട് അതിനു മുമ്പ് ലങ്കാധാനത്തിൽ പാടിയിട്ടുണ്ട്. ലങ്കാധാനത്തിൽ പാടി. അല്ല, അത് ലങ്കാധാനം പിന്നീട് പാടിയതാണ്. സുപ്രഭാതം കഴിഞ്ഞിട്ട് പാടിയതാണ് ലങ്കാധാനം. പണിതിരാത്തപ്പിന് ശേഷമാണ് ലങ്കാധാനം വന്നിട്ടുള്ളത്. അല്ല, അതിന് മുമ്പാണ് ലങ്കാധാനമാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് പണിതിരാത്തപ്പിന് പാടുന്നത്. അതിലാണല്ലോ അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിനുശേഷമാണ് തമിഴിലേക്ക് വരുന്നത്. MSV ആണ് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏത് പാട്ട്? മണിപ്പയൽ എന്ന് പറഞ്ഞ പാട്ടത്തിൽ അതൊരു പാട്ട്. തങ്കച്ചിമിഴ് പോൽ ഇതഴോ സംഗത്തമിഴ് പോൽ മിഴിയോ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അതിലാണ് ആദ്യം പാടുന്നത്. പിന്നെ ആദ്യം ഹിറ്റായത് ഞാൻ സുശീലാമ്മയും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതാണ് MSVയുടെ ഞാനും കൂടെ ഒരു പാട്ട്, ഒരു പടത്തിൽ, പുതിയൊരു പടത്തിൽ, ഒരു പഴയ പടത്തിൽ ഒരു പാട്ട് പാടി. അതാണ് ഹിറ്റായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ. തമിഴിൽ ആദ്യത്തെ ഹിറ്റ് സോങ് അതാണ്. അതേതായിരുന്നു? അതെന്താണ്, കണ്ണൻ ചെന്നില്ല, ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീടാണ് ഇളയരാജയുടെ പാട്ടുകൾ പാടാൻ. ഇളയരാജ പിന്നെ ഒരുപാട് 75 ശേഷമാണ് ഇളയരാജ വന്നുള്ളൂ. 75-നാണല്ലോ ഇളയരാജ വന്നത്. മറ്റേ അന്നക്കിള്ളിയോടുകൂടി ഇളയരാജ വന്നത്. സംഗീത സംവിധായകനാകുന്നതിന് മുമ്പുള്ള രാജ വീട്ടിൽ വരും പണ്ട്. ശരി. ഈ സംഗീത സംവിധാനം പിന്നെ ഗിറ്റാറൊക്കെ വെച്ചിട്ട് വരും. ഞങ്ങൾ വീട്ടിൽ നിന്ന് പാടും, എൻ്റെ വീട്ടിൽ നിന്ന് പാടും. അന്ന് വളരെ മോളൊക്കെ ചെറിയ കുട്ടിയാന്ന്. ആ കാലത്തൊക്കെ വരും, അവൾ വീട്ടിൽ വരും ഇളയരാജ. അപ്പം അന്നൊന്നും മ്യൂസിക് ഡയറക്ടർ ആയിട്ടില്ല, ഗിറ്റാറിസ്റ്റാണ് പുള്ളി. MSVയുടെ കൂടെ ദേവരാം മാഷയുടെ കൂടെ ഒരു 50-60 റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുണ്ട് ഇളയരാജ. പിന്നെ രാജ മാസ്റ്റർ ഓർഗൻ പ്ലെയർ ആയിരുന്നു, കോംബോ ഓർഗൻ അന്നത്തെ ഇതുണ്ടല്ലോ, അന്നത്തെ പ്ലെയർ ആയിരുന്നു. ഗിറ്റാർ വായിച്ചിട്ടുണ്ട് മാഷ്ക്ക് വേണ്ടിയിട്ട്. 50-60 പടത്തിൽ വായിച്ചിട്ടുണ്ട് ദേവരാം മാഷ്ക്ക് വേണ്ടിയിട്ട്. ഇളയരാജയ്ക്ക് വേണ്ടി ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു? ഓർക്കാൻ പറ്റും. ഇളയരാജയ്ക്ക് വേണ്ടി ഇത് ഒരു വാനവിൽ പോലെ എന്നുള്ള പടത്തിൽ ഒരു പാട്ടുണ്ട്. ഒരു വാനവിൽ പോലെ എൻ വാഴ്വിലേ വந்தாய் உன் பார்வையால் என்னை வென்றாய் என் உயிரிலே നീ കലന്തായ് ഒരു വാനവിൽ. ഞാനും ജാനകിയമ്മയും കൂടെ. അത് പിന്നെ ചിത്തിരച്ച വാനം ശരിക്ക കണ്ടേൻ എൻ മുത്താന മുത്തമ്മ എൻ കണ്ണാന കണ്ണമ്മ ഒരു പാട്ടുണ്ട്. അത് രണ്ടൊരു പടത്തിലെ. അങ്ങനെ അതാണ് ആദ്യത്തെ ഇളയരാജയ്ക്ക് വേണ്ടി പാടുന്നത്. പക്ഷെ തമിഴ് ഇൻഡസ്ട്രി ഇളക്കി മറിച്ച പാട്ട് രാസാത്തിയാണ്.
മിനിയാന്ന് വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു, വലിയ പ്രോഗ്രാം ആയിരുന്നു. രാജസാറിന്റെ പാട്ടുകൾ അല്ലേ? രാസാത്തിയാണോ? അന്ന് അന്ന് രാസാത്തി പാടി. ഭയങ്കര അപ്പോൾ രാസാത്തി ഒന്ന് പാടി കേൾക്കാം അല്ലേ? ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, கண்ணுக்கொரு வண்ணக்கிளி காதுக்கொரு கானக்குயில் நெஞ்சுக்கொரு வஞ்சிக்கொடி நீ தானம்மா, தத்தித்தவழும் தங்கச்சிமிழே பொங்கிப் பெருகும் சங்கத்தமிழே, முத்தம் தர நித்தம் வரும் நட்சத்திரம், யாரோடு இங்கு எனக்கென்ன பேச்சு, நீ தானே கண்ணே நான் வாங்கும் மூச்சு, வாழ்ந்தாக வேண்டும் வா வா கண்ணே, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, காத்தாடி போலாடுது. താങ്ക് യു.